ഒരു ലേഡിയായിരുന്നു. ക്രോസ് ചെയ്തു, സഡനായിട്ട് ക്രോസ് ചെയ്ത് ഓടി വരികയായിരുന്നു. ഞാൻ ഹോൺ അടിച്ചാണ് വന്നത്, ലെഫ്റ്റിൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ വന്നത് ABS ഇല്ലാത്ത വാഹനമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്താണ്. ശരിക്കും ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഏകദേശം അതിൻ്റെ ഫ്രണ്ടിലുള്ള വാഹനം അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ തൊട്ടിപ്പുറേ വരെയുള്ളൊരു ഡിസ്റ്റൻസ്. അതായത് നമുക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണ്, സഡനായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഏകദേശം ആ നിർത്താൻ വേണ്ടി വരുന്ന ഒരു ഡിസ്റ്റൻസ്, അത് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒരു വാഹനവും നിൽക്കത്തില്ല. ഒരു വാഹനവും ഉടനെ നിൽക്കത്തില്ല. കാരണം അവിടെ ലോക്കല്ല ചെയ്യുന്നത്, പിടിച്ചാണ് നിർത്തുന്നത്, ഫ്രിക്ഷൻ കൊടുത്താണ് നിർത്തുന്നത്. അതുകൊണ്ട് ഒരു വാഹനം ചവിട്ടിയെടുത്ത് നിൽക്കില്ല. എല്ലാവരും പറയുന്ന പോലെ ചവിട്ടിയെടുത്ത് വാഹനം നിന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടൊരു രീതിയാണ്. വാഹനം കുറച്ച് മുമ്പോട്ട് പോകും. അതായത് ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്, അത്രയും കൂടെ മുമ്പോട്ട് പോയാൽ മാത്രം വാഹനം സ്റ്റോപ്പ് ആകത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്നിപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. ABS ഇല്ലാത്ത വാഹനമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ബ്രേക്ക് ഒന്ന് എടുത്ത് ചവിട്ടാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ABS ഉള്ള വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഇല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ABS ഉള്ള വാഹനത്തിന് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറച്ചുകൂടെ സാധാരണ വാഹനത്തിനെ അപേക്ഷിച്ച് കുറയ്ക്കാൻ സാധിക്കും. വാഹനം നിരങ്ങി ചെന്ന് ഇടിക്കത്തില്ല, അത് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ABS ഇല്ലാത്ത വാഹനമാണെങ്കിൽ നിരങ്ങി ചെന്നിടിക്കും. ബ്രേക്ക് ഒറ്റ ചവിട്ടി അതുകൊണ്ട് എടുത്ത് ചവിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതും ഞാൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഞാനൊരു ദിവസം, കഴിഞ്ഞ ദിവസം തന്നെ ബൈക്കിൽ പോയ സമയത്ത് ഒരു അത്യാവശ്യം നല്ലൊരു റോഡാണ്. പെട്ടെന്നായിരുന്നു ഒരു ലേഡിയായിരുന്നു, ക്രോസ് ചെയ്തു, സഡനായിട്ട് ക്രോസ് ചെയ്ത് ഓടി വരികയായിരുന്നു. ഞാൻ ഹോൺ അടിച്ചാണ് വന്നത്. ഞാൻ വന്ന വഴിക്ക് അവർ ക്രോസ് ചെയ്യുകയാണ്. ഒരു റോഡിൻ്റെ റൈറ്റോ ലെഫ്റ്റോ നോക്കാതെ സ്ട്രെയിറ്റ് ആണ് ക്രോസ് ചെയ്ത് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് വാഹനം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല, റോഡിൽ നടക്കുന്ന എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. ഒരു വാഹനം ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടിയാൽ ഉടനെ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല. അതിന് വേണ്ടിയിട്ടൊരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കവർ ചെയ്താൽ മാത്രം നമുക്കൊരു വാഹനം നിർത്താൻ സാധിക്കത്തുള്ളൂ. അതിപ്പോൾ ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുമ്പിലോട്ട് മാത്രം ചെന്ന് വാഹനം നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, കാണുന്ന ആൾക്കാർ ബ്രേക്ക് ചവിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാൽ ആ ഒരു കോൺഫിഡൻസ് വേണ്ട. വന്നിടിച്ചേച്ചും പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുന്നവർ ചെന്ന് ഇടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മനസ്സിലാക്കുക, വാഹനം കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് റൈറ്റും ലെഫ്റ്റും ഒന്ന് നോക്കാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും പലരും സഡനായിട്ട് ബ്രേക്ക് ചവിട്ടിയാൽ പോലും ചിലപ്പോൾ വാഹനം കിട്ടാതെ, അതായത് ബ്രേക്ക് കിട്ടാതെ നിരങ്ങി ചെന്നിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യം തന്നെയാണ്, ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ആക്സിഡൻറ്റ്സ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്, ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ശരിക്കും അന്നേരം ഞാൻ ആ ബ്രേക്ക് ചവിട്ടിയപ്പോൾ എനിക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണെങ്കിലോ. പക്ഷേ എൻ്റെ ഇരുന്നൊരു പഴയ പാഷൻ എക്സ്പ്രോ ആണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിട്ടേ പിടിക്കാറുള്ളൂ. അതിപ്പം ബാക്ക് ബ്രേക്ക് ആണെങ്കിലും ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിലും അതൊരു ശീലമാണ്, വിട്ട് പിടുത്തമെന്നുള്ളത്. ആ ഒരു രീതിയിൽ എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ ഞാൻ ചെയ്യുന്നുള്ളതുകൊണ്ട് എനിക്ക് ബ്രേക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ടും ദൈവത്തിൻ്റെ സഹായം കൊണ്ടും ബ്രേക്ക് ചവിട്ടിയാലും നിൽക്കാൻ സാധിച്ചു. പക്ഷേ എന്നാലും ഒരു മൈൻഡും ഇല്ലാതെ പുള്ളിക്കാരി നടന്നങ്ങ് പോയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളിത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇതിനെ കഴിഞ്ഞും വലിയ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് കാണുന്ന ആൾക്കാർ, ഇതുപോലെ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കുകയെങ്കിൽ നല്ല കാര്യമായിരിക്കും.